ഹായ് അമ്മ. ഹായ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അല്ല ആർക്ക് എനിക്കല്ലല്ലോ ഗുഡ് മോർണിംഗ്. അല്ല അവർക്ക് ഒന്ന് ഉറക്ക പറഞ്ഞാലേ കേൾക്കുള്ളൂ കേട്ടോ, പുറത്തായതുകൊണ്ട്. എന്തറിയോ, ഇത്ര ദിവസം എന്നെ കാണാണ്ട് നിങ്ങൾക്ക് എന്നോട് ദേഷ്യമുണ്ടോ? ഇല്ല, ദേഷ്യമില്ല എന്ന് എനിക്കറിയാം. കാരണം എന്താ പറഞ്ഞാൽ, നിങ്ങളെല്ലാവരും മെസ്സേജിലൂടെ എന്നെ മിസ് ചെയ്തു, ചേച്ചിക്ക് എന്ത് പറ്റി, ഇങ്ങനെയൊക്കെ ഒരുപാട് പേര് ചോദിച്ചു. പക്ഷെ എന്നാലും അതൊരു ചെറിയൊരു ചോദ്യം എനിക്ക് ചോദിക്കണ്ടമ്മ. എന്താണാവോ? നമ്മുടെ ഒരു ഉത്തരവാദിത്വം ഇല്ലേ ഇപ്പോൾ ഒരു കുടുംബാംഗം എന്നൊക്കെ അപ്പോൾ പറയണ്ടല്ലോ. അപ്പോൾ ഈ കുടുംബത്തിൽ നിന്ന് ഒരു കുറച്ച് ദിവസം മാറി നിൽക്കുമ്പോൾ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കഴിഞ്ഞ ചൊവ്വാഴ്ചയായിരിക്കും അല്ലേ, അന്ന് തൊട്ട് ഇന്ന് വരെ ഇന്ന് മാറി നിൽക്കുമ്പോൾ അമ്മക്കൊരു ഉത്തരവാദിത്വം ഉണ്ടല്ലോ അവരോട് പറയണം എന്നുള്ളത്. ഇപ്പം അമ്മ ഇവിടുന്ന് എവിടേക്ക് നിന്ന് പോവാണ്, അപ്പം എന്നോടൊന്ന് പറയില്ലേ, ഞാൻ കുടുംബാംഗം അല്ലേ? അയ്യോ, അതെന്തോ ഈ തിരക്കില് പിന്നെ കുറച്ച് വയ്യായൊക്കെ ഉള്ളത് കാരണേ വീഡിയോ എടുക്കാനുള്ള ഒരു എന്താ പറയാ, മനസ്സിൽ അങ്ങനെ ഒരു ഇത് വന്നില്ല. അതുകൊണ്ടാണ്. അല്ലാണ്ട് അവരെ ഞാൻ മറന്നിട്ടൊന്നുമല്ല, മനസ്സിലായോ? അവർക്ക് എന്നെ മനസ്സിലാവും. നീ വെറുതെ ഓരോന്ന് ഇട്ട് കൊടുക്കരുത് കേട്ടാ. ഇനി എന്താ നിനക്ക് പറയാനുള്ളത്? പിന്നെ ഞാന് കുറച്ച് തിരക്കിലായി. എന്താന്ന് പറഞ്ഞാൽ ഒരു വീട് മാറുന്ന തിരക്കാണ്. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവില്ലേ, വീട് മാറാന്നൊക്കെ പറയുമ്പോൾ അത് എന്തോരം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്നാ പറയാൻ പറ്റൂ. അപ്പോൾ അതുകൊണ്ടാണ് ആ തിരക്കിൽ പെട്ടുപോയി. ഇനി 2-3 ദിവസം കൂടി, അത് കഴിഞ്ഞാൽ റെഗുലറായിട്ട് വരാം കേട്ടോ. അപ്പോൾ മെസ്സേജിലൂടെ ഒരുപാട് സ്നേഹം അറിയിച്ചവര് അല്ലേ? മെസ്സേജിലൂടെ ഒരുപാട് എൻ്റെ കുടുംബാംഗങ്ങൾ എല്ലാവർക്കും എന്നോട് സ്നേഹമാണെന്നറിയാം. അതിൽ ഒരുപാട് സ്നേഹം നിങ്ങൾ എനിക്ക് തന്നിട്ടുണ്ട്. നിങ്ങളുടെ ഈ അന്വേഷണമൊക്കെ കാണുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഞാനൊരിക്കലും നന്ദി പറയില്ല കേട്ടോ. നന്ദി പറഞ്ഞ് ആ സ്നേഹത്തിൻ്റെ മതിപ്പ് ഞാൻ കളയുന്നില്ല. അതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെ സ്നേഹത്തിനും ഒരുപാട് സന്തോഷം. എല്ലാം ഭഗവാന്റെ അനുഗ്രഹമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് ഈ തിരക്കിൽ പെട്ടുപോയത് മാത്രമല്ല കേട്ടോ, കുറച്ച് വയ്യായി ഉണ്ടായിരുന്നു, കാലുവേദന, പിന്നെ കുറച്ച് ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു. അത് എന്നെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാവും. സത്യത്തിൽ ഒരു 2-3 ദിവസം കഴിഞ്ഞാൽ റെഗുലറായിട്ട് തീർച്ചയായിട്ടും വരും. പിന്നെ ഒരുപാട് സ്നേഹത്തോടു കൂടി വയ്യായ്മയുണ്ടോ, എന്ത് പറ്റി എൻ്റെ ചേച്ചിക്ക് പറഞ്ഞു, ഒരുപാട് സ്നേഹത്തോടു കൂടി അന്വേഷിച്ച നിങ്ങൾക്ക് എന്താ പറയുക, നന്ദി പറയാൻ പാടില്ല, പറഞ്ഞ പോലെ നന്ദി പറയുന്നില്ല. പിന്നെ എന്നും നമ്മുടെ ആരോഗ്യത്തിൻ്റെ രഹസ്യം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ഈ മെസ്സേജുകളും അല്ലെങ്കിൽ നിങ്ങളുടെ ഈ സ്നേഹമൊക്കെയാണ്. പിന്നെ നിങ്ങളുടെ ഈ സ്നേഹം തരുന്ന എനർജിയാണ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ആരോഗ്യത്തിൻ്റെ ലക്ഷണം. അല്ലാണ്ട് ഈ മരുന്നുകൾ കൊണ്ടൊന്നും അല്ല. കാരണം ഈ വീഡിയോ തുടങ്ങിയതിന് ശേഷം എനിക്ക് മനസ്സിലായതാണ്. അതുകൊണ്ട് അതിനെല്ലാം കാരണം നിങ്ങളാണ്. ബന്ധങ്ങൾ എന്ന് പറഞ്ഞാൽ ലോകത്തെ ഏറ്റവും വലിയ ബന്ധം ഹൃദയബന്ധമാണ്. അതിനെക്കാട്ടിലും വലിയൊരു ബന്ധം ഇല്ലാത്തത് കൊണ്ട് ഇങ്ങനെയുള്ള ബന്ധങ്ങളുടെ ഊർജ്ജം നമ്മുടെ ഉള്ളിലുള്ള കാലം വരെയും എന്തെന്നെ ആയാലും വീണ്ടും 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 ഫുൾ എനർജിക്കായിട്ട് ഈ അമ്മുക്കുട്ടി വന്നിരിക്കും. ഉറപ്പ് കേട്ടോ. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി ബൈ.